ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ സിനിമ കണ്ടപ്പോൾ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ട് വന്നിട്ടുള്ള ജാംബി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഗ്ലിംസ് അവർ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനായിട്ട് ഇറക്കിയിട്ടുണ്ട്. സോ ഇപ്പോൾ അവർ അതേ ഗ്ലിംസ് തന്നെ ജാംബിയുടെ ഫസ്റ്റ് ടൈറ്റിൽ ടീസറായിട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതെ, തിയേറ്ററിൽ നമ്മൾ ബിഗ് സ്ക്രീനിലെ സ്ഥലം കണ്ടു. അത് കാണാത്തവർ ഇത് യൂട്യൂബിൽ കണ്ട് ആസ്വദിക്കാം. അതെ, ഓക്കെ. സോ നമുക്ക് ജാംബിയുടെ ടൈറ്റിൽ ടീസർ ഒന്ന് കാണാം. WCU ബിഗ് സ്ക്രീനിൽ നമ്മൾ കണ്ടതാണ്, എന്നാലും നമ്മളത് യൂട്യൂബിൽ കാണുന്ന വൈബ് വേറെ. ബ്ലഡ് മൂണിൻ്റെ ടൈമിൽ ഒരു ജോംബി ആ സാധനം കണ്ടോ ഇങ്ങനെ നല്ല രസം. നിഴല് വേറെ. ചിലമ്പ്, ജാംബി, ജോർജ് കോര. 2026 ഉള്ളൂ. നല്ല പണിയെടുത്താൽ മതി, നല്ല പടയാൽ മതി. എത്ര ഉള്ളൂ? അതെ അതെ. അല്ല, അത് ആക്ച്വലി ഇതിൻ്റെ ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ഇൻ്റർവ്യൂ പ്രൊമോഷൻ ടൈമിൽ ഇൻ്റർവ്യൂവിൽ ജോർജ് ഓര വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് അനൗൺസ് ചെയ്യുന്നത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ എൻഡിൽ ഇതിൻ്റെ ഒരു പ്രൊമോ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് പുള്ളി ചോദിക്കുന്നത് സോംബി ഫിലിം എന്നുള്ള രീതി. അപ്പോൾ മലയാളത്തിൽ 3 സോംബി പടങ്ങൾ അടുപ്പിച്ച് അനൗൺസ് ചെയ്ത ടൈമിൽ വന്നത്. പക്ഷേ ഇത് പ്രോപ്പർ ഒരു സോംബി ഫിലിം അല്ല എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. കാര്യം ഒരു മോൺസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്യുക, ഒരു എന്താ പറയുക, ഒരു ഒറിജിനൽ മോൺസ്റ്ററിനെ ക്രിയേറ്റ് ചെയ്യുക. അത് നമ്മുടെ മലയാളത്തിൻ്റെ ഒരു എന്ന വാക്ക് ഉപയോഗിച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഇമേജ് പരാതിരിക്കാൻ വേണ്ടി ജാംബി എന്നുള്ള ലൈനിലേക്ക് മാറ്റി അതിനെ ഒരു കുറച്ചുകൂടെ ഒരു മോൺസ്റ്റർ ഫിലിം എന്നുള്ള ലൈനിലേക്ക് മാറ്റുക എന്നുള്ള ഐഡിയ ആണ് പുള്ളി ക്രിയേറ്റ് ചെയ്യല്ല. പുതിയ വാക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മറ്റുള്ളവർ അനുകരിക്കട്ടെ. എന്തിനാണ് അതെടുക്കുന്നത്, നമ്മളെടുക്കുന്നത്? ഭയങ്കര ഇംപ്രസീവ് ആണ്. തിയേറ്ററിൽ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇംപ്രസീവ്. ഇത് ആക്ച്വലി നമ്മുടെ മലയാളത്തിൽ അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത കുറവാണല്ലോ. മോൺസ്റ്റർ മൂവീസ് വളരെ കുറവാണ്. PVR കണ്ടുകൊണ്ടെന്ന് തോന്നുന്നു. ഇതിന് കുറെ കൂടെ ഭയങ്കര കളർ കയറി കിടക്കുമായിരുന്നു, സാച്ചുറേഷൻ. അത് ഇപ്പോൾ ഒരുപാട് തവണ പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. പൊതുവെ PVR കാണുമ്പോഴേ സാച്ചുറേഷനും കോൺട്രാസ്റ്റും PVR കാണുമ്പോൾ കൊച്ചി ലുലു PVRൽ കാണുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലാണ് ഒറിജിനൽ. പിന്നെ മറ്റ് ഫോർമാറ്റ്സ് കൊടുക്കുന്ന പൈസക്ക് കൂടുതൽ കളർ, അതാണ് വൈബ്. ഇത് കളർ കുറവാണല്ലോ എന്ന് പറഞ്ഞാൽ അതിനകത്തിരുന്ന ഒരാൾ കളർ കൂട്ടി വയ്ക്കുന്നത് അയാളുടെ കണ്ണടിച്ച് പോയാന്നൊക്കെ മനസ്സിലാവുന്നില്ല. സോ ഈ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോഴേ നമ്മൾ, അതായത് ആക്ച്വലി ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ബേസിക്കലി ഒരു ഓക്കെ ഫിലിമായിരുന്നു. നമ്മളതിൻ്റെ റിവ്യൂ ഇടാൻ പറ്റിയില്ല. അപ്പം ആക്ച്വലി ജാംബി ഇത് എൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് ഓക്കെ, ഇത് ഭയങ്കര പ്രോമിസിങ് ആണ്. അപ്പോൾ അടുത്ത വർഷം നമുക്ക് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന് അടുത്തുനിന്ന് ഒരു പുതിയൊരു ഫിലിം. ഈ സിനിമയും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനുമായിട്ട് ചെറിയ കണക്ഷൻ ഉണ്ടായിരുന്നല്ലേ? അതെനിക്ക് തോന്നുന്നു വരെ പേളി ശ്രീനിഷിന്റെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് തോന്നുന്നു. അത് തന്നെ മറ്റൊരു മല കഴിഞ്ഞുള്ള സാധനത്തെ കുറിച്ച് പറഞ്ഞു. മറ്റേ അനിയും നഷ്ടപ്പെട്ട സമയമുണ്ടല്ലോ, അങ്ങനെ കുറച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ പടത്തിൽ ആ എലമെന്റിൽ കുറച്ചധികം നേരെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എങ്ങോട്ടും പോകുന്നില്ല. അത് ഇതിലേക്ക് അത് തന്നെ മറ്റേ അനിയന്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതൊരു പോയിന്റ് കഴിഞ്ഞില്ല. പിന്നെ അനിയൻ അപ്പം അതിനെ കഴിക്കും വന്ന് ഇവിടെ ആയിരിക്കും പറയുന്നത്. ഒരു മലയുടെ കാര്യമാണ്. ആ മല കഴിഞ്ഞ് മറ്റൊരു അങ്ങനെ സാധനം പറയുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇല്ല, ആ മല കയറി കഴിഞ്ഞാൽ അതിനെ മിക്സ് ആയി പോകുന്ന പറയുന്നുണ്ട് ഇവർ. അതെ, അപ്പൊ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ അതിനകത്തെ സ്റ്റോറി ലൈനായിട്ട് ഒന്ന് കണക്ട് ആയില്ല. അത് ഇതിനെ വേണ്ടി ആയിരിക്കും. അത് നല്ല മൂഡായിരുന്നു ആ അത്ര ഏരിയ. അതെ അതെ. ഇത് ഡയറക്ട് ചെയ്ത് ഇതിന്റെ മേക്കേഴ്സ് അല്ലേ ഇത് ചെയ്തിരിക്കുന്നത് ജോർജ് കോര. അതെ അതെ, ജോർജ് കോര. ജോർജ് കോര ഇതിനു മുമ്പ് തിരികെ എന്ന് പറഞ്ഞ സിനിമ, അത് കഴിഞ്ഞ തോൽവി FC 2 സിനിമ ചെയ്തിട്ടുണ്ട്. തിരികെ OTT നീ സ്ട്രീമിൽ റിലീസ് ചെയ്ത പടം തോൽവി FC ഞാൻ തിയേറ്ററിൽ കണ്ട പടം. ബംബ്ലിങ്ങിൽ പുള്ളി അഭിനയിച്ചിരിക്കുക. സോ ജാംബി വരട്ടെ, അടുത്ത വർഷമാണ്. പിന്നെ ഇത് ആക്ച്വലി അവർ പ്രൊമോയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. പടത്തിൽ ഇത് ഉണ്ടാവുമോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇനി സിനിമയുടെ ഒറിജിനൽ ടീസറോ ട്രെയിലറോ ഒക്കെ വന്നാൽ അതിപ്പോൾ നെക്സ്റ്റ് ഇയറിലേ കാണത്തുള്ളൂ. സോ നമ്മൾ വെയിറ്റിംഗ് ആണ്. മലയാളത്തിലെ ഒരു വളരെ വെറൈറ്റി ആയിട്ടൊരു പടം വരട്ടെ.